അഴീക്കോട് പണ്ടാരത്തുംകണ്ടി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി പൂജ, ആരാധന, പ്രദക്ഷിണം, പ്രാർത്ഥന, വഴിപാട് തുടങ്ങിയ കർമ്മങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിലൊരു സാംസ്കാരിക സമ്മേളനം എന്തിനാണെന്ന് സ്വാഭാവികമായി ഭക്തജനങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. ഒരു ജനപ്രതിനിധിയായ ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പ്രസംഗിക്കാൻ വരുന്നതെന്നും സംശയമുണ്ടാകും. ആ സംശയ നിവൃത്തി പൂർത്തീകരിച്ചിട്ട് നമുക്ക് കിടക്കാം. അമ്പലങ്ങളും കാവുകളും ദേവാലയങ്ങളും വിദ്യാലയങ്ങളുമെല്ലാം ഇപ്പൊ അടുത്ത കാലത്ത് ഗംഭീരമായി വളരുകയാണ്. ഉത്സവം ആണെങ്കിൽ അതിനേക്കാൾ ഗംഭീരമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ വളർച്ചക്കാനുപാതികമായി എന്താണ് വളരേണ്ടത്? മനുഷ്യനാണോ ദൈവമാണോ? ഇതിന് ഉത്തരം കണ്ടെത്തണം. ഈ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും വളരുമ്പോൾ വളരേണ്ടത് ദൈവമാണോ മനുഷ്യനാണോ? ദൈവം വളർന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല. ദൈവം വളർച്ചയുടെ പരമകോടിയിൽ എത്തി നിൽക്കുന്നതിനെയാണ് ദൈവം എന്ന് പറയാം. ഇനി അതിലും വലിയ വളരണോ? വെണ്ണ പോലെ അരയണം എന്നൊരു വൈദ്യര് പറഞ്ഞത്. അയാൾക്ക് കണ്ണ് കാണില്ല. കണ്ണ് കാണാത്തത് കൊണ്ട് മരുന്നരക്കാൻ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പറയും വെണ്ണ പോലെ അരയണം, ആയിട്ടില്ല. പിന്നെയും അരച്ച് കൊണ്ട കൊടുത്തിട്ടും വെണ്ണ പോലെ അരയണം എന്ന് പറഞ്ഞിട്ട് മടക്കുമ്പോൾ അവസാനം ഒരു വിരുദ്ധൻ, ഇയാൾക്ക് കണ്ണ് കാണില്ലല്ലോ, അകത്ത് പോയിട്ട് ഒറിജിനൽ വെണ്ണ എടുത്ത് കൊണ്ടു കൊടുത്തു. ആ വെണ്ണ പിടിച്ചു നോക്കിയിട്ട് വൈദ്യര് വീണ്ടും പറഞ്ഞു, ആയിട്ടില്ല, വെണ്ണ പോലെ അരയണം. വെണ്ണ പിന്നെ അതിനപ്പുറം അറിയേണ്ടതുണ്ടോ? ഇല്ല. ദൈവത്തെ വലുതാക്കാനാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. അപ്പൊ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിന്റെയും എല്ലാം ലക്ഷ്യം മനുഷ്യന്റെ ആന്തരികമായ വികാസമാണ്. ആന്തരികമായ വികാസം, ബാഹ്യമായ വികാസമല്ല. ബാഹ്യമായ വികാസം ഉണ്ടാക്കേണ്ടത് നമ്മൾ അധ്വാനിച്ചിട്ടാണ്. നമ്മൾ വീടെടുക്കേണ്ടത്, നമ്മൾ റോഡ് ഉണ്ടാക്കേണ്ടത്, നമ്മൾ പാലം ഉണ്ടാക്കേണ്ടതെല്ലാം നമ്മുടെ അധ്വാനം കൊണ്ടും നമ്മുടെ പരിശ്രമം കൊണ്ടുമാണ്. ആന്തരികമായ വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വികാസം അമേയനാമങ്ങളാൽ പരിപൂരിതമാണ്. എന്താണ് ഈ അമേയനാമം? വിദ്യാർത്ഥികള് ശ്രദ്ധിക്കേണ്ടത്, PSCക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യത്തിൽ ഒരു ചോദ്യമാണ് മലയാള വ്യാകരണത്തിൽ മേയനാമം, അമേയനാമം. മേയനാമം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ, കൈകൊണ്ട് തൊടാൻ പറ്റിയ, അളക്കാൻ പറ്റിയ, തൂക്കാൻ പറ്റിയ വസ്തുക്കളുടെ പേരുകളെയാണ് മേയനാമം എന്ന് പറയുക. ഇപ്പൊ ഒരു വാച്ച്, ഒരു ഫോണ്, ഒരു പെന്ന്, ഒരു ബൾബ്, ഒരു കണ്ണട, ഇതൊക്കെ മേയനാമാണ്. നമുക്ക് കാണാം, എണ്ണാം, അളക്കാം. എന്നാൽ കണ്ണുകൊണ്ട് കാണാനോ കൈകൊണ്ട് തൊടാനോ പറ്റാത്ത, തൂക്കമോ അളവോ പറയാൻ പറ്റാത്ത കുറെ കാര്യമുണ്ട്. അതിലൊന്നാണ് സ്നേഹം. 1 കിലോ സ്നേഹം തരുവോ? ഇല്ല. അതിലൊന്നാണ് ദയ. 2 മീറ്റർ ദയ കിട്ടുവോ? ഇല്ല. 1 ഏക്കർ കാരുണ്യം കിട്ടുമോ? സത്യബോധം കിട്ടുമോ? ധാർമ്മികത കിട്ടുമോ? സഹാനുഭൂതി കിട്ടുമോ? സൗന്ദര്യബോധം കിട്ടുമോ? ഇത്തരത്തിൽ അളക്കാനും തൂക്കാനും പറ്റാത്ത ഒരുപാട് പ്രതിഭാസങ്ങൾ മനുഷ്യന്റെ മാനസിക വികാസത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതിന്റെ പരമകാഷ്ഠയാണ് ദൈവം എന്ന് പറയുക. അതിന്റെ പരകോടിയാണ് ദൈവം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാനാണ് ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ. ആന്തരികമായ വികാസം ഉണ്ടാകുന്നുണ്ടോ എന്ന്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ചെറിയ കുട്ടിയായിട്ട് UP സ്കൂളിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം, എൻ്റെ നാട്ടിലൊരു അമ്പലമുണ്ട്, തൊടീക്കളം ശിവക്ഷേത്രം എന്ന പേര്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള മ്യൂറൽ പെയിന്റിങ്ങുകൾ അവിടെയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളത്, അതിനേക്കാൾ പഴക്കമുള്ള
മ്യൂറൽ പെയിന്റിങ്ങുകൾ ഇതുവരെ ലോകത്ത്. മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഇലയും മണ്ണും കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പെയിന്റിങ്ങിനാണ് മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുക. ആ പെയിന്റിങ്ങുകളൊന്നും ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞങ്ങളൊന്ന് ചെറുപ്പത്ത് പോകുമ്പോൾ ഇതൊന്നും കാണിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ പുരാവസ്തു ഗവേഷണ വകുപ്പ് അത് ഏറ്റെടുത്തിട്ട് ആ പെയിന്റിങ്ങുകളെല്ലാം ഒരു കോട്ടിങ്ങിലൂടെ നിലനിർത്തി നശിച്ചു പോകാതെ കാത്തു രക്ഷിച്ചു. ഞങ്ങളന്ന് പോകുന്ന കാലത്ത് ആ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് വളരെ 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 ദയനീയമായ ജീർണാവസ്ഥയിലായിരുന്നു. അതിന്റെ ചുറ്റമ്പലം പൊളിച്ചു കളഞ്ഞത് മറ്റാരുമല്ല, ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ പൊളിക്കാൻ കാരണം പഴശ്ശിരാജാവിന്റെ തറവാട് ആയി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമായതുകൊണ്ട് ആ ക്ഷേത്രത്തിനകത്തായിരുന്നു പഴശ്ശിരാജാവ് ഏറെക്കാലം ഒളിവിൽ താമസിച്ചത്, ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ വിവരം അവർ മണത്തറിഞ്ഞ് പഴശ്ശിരാജാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്നാഹങ്ങളോടുകൂടി ക്ഷേത്രം വളഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ വലിയ വാതിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ചുറ്റുമതിൽ ഇടിച്ച് നിരത്തിയിട്ടാണ് അകത്ത് കയറിയത്. പക്ഷെ അകത്ത് കയറുമ്പോഴേക്കും പഴശ്ശിരാജാവ് തലേ ദിവസം ഈ വിവരം ചോർത്തി കിട്ടിയിട്ട് മണത്തണയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു എന്ന് കാൽഡുൽ സാഹിബിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു ഞാൻ കാണുന്നത്. അവിടുത്തെ പൂജാരി അയാളാണ് അടുത്ത ദൈവം എന്നായിരുന്നു എൻ്റെ വിചാരം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടല്ലോ. എൻ്റെ ചെറുപ്പത്തിൽ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഈ ടെലിഗ്രാം കമ്പി അടിക്കലില്ലേ, കമ്പി അടിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ കയറി കമ്പി മെലിങ്ങനെ അടിക്കലാണ്. അവിടുത്തെ പൂജാരിയാണ് അവിടുത്തെ ദൈവം എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം അദ്ദേഹത്തിനാണ് പൈസ കയ്യിൽ കൊടുക്കുക, അദ്ദേഹമാണ് ഇങ്ങോട്ട് പ്രസാദം തരിക എന്നതുകൊണ്ട് മാത്രമല്ല. അവിടുത്തെ കുഞ്ഞിമംഗലത്തുള്ള ഈശ്വരൻ നമ്പൂതിരി എന്നായിരുന്നു പൂജാരിയുടെ പേര്. അതാ ഈശ്വരൻ എന്ന വിചാരം. ഞാനൊരു ദിവസം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലെ ആകെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഒരു ഇസ്മയിലാണ്. ഇടുമ്പയിൽ ഇസ്മയിൽ. ആ ഇസ്മയിലിന്റെ കടയിൽ ഈ ഈശ്വരൻ വന്നിട്ട് ഇസ്മയിലിനോട് പറയാ, ഞാൻ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയതാ, ഇസ്മയിലെ അടുത്ത ഉത്സവം അഷ്ടമി ഉത്സവം വന്നാൽ നിന്റെ കട മുഴുവൻ തീർക്കാം ഇസ്മയിലെ, നീ ഇന്ന് കുറച്ചും കൂടി വെളിച്ചെണ്ണതാ, ഇന്ന് അന്തിത്തിരി കത്തിക്കാൻ ഭഗവാന് കത്തിക്കാൻ വെണ്ണയില്ല, നീ കടന്താ ഇസ്മയിലെ എന്ന് പറഞ്ഞിട്ട് ഇസ്മയിലിനോട് കെഞ്ചുന്ന കാഴ്ച ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ മനസ്സിൽ എന്തെല്ലോ ആയിപ്പോയി. അന്ന് എനിക്കിത് ഇസ്മയിൽ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം, ഇപ്പൊ ആണെങ്കിൽ എനിക്കത് ഒരു അത്ഭുതവും തോന്നില്ല. ഈ അമ്പലത്തിലെ ഉത്സവത്തിന് എന്നെ ഏൽപ്പിച്ചത് അബ്ദുൽ നിസാറാ, അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ ഒരു പ്രയാസം തോന്നില്ല. പക്ഷേ അന്ന് എനിക്ക് എന്തെല്ലോ തോന്നി. ഇസ്മയിൽ ഒരു പ്രശ്നമില്ലാതെ എണ്ണ അളന്ന് കൊടുത്തു. ഒരു നല്ല മനുഷ്യനായാലും അങ്ങനെ ഭഗവാന് വിളക്ക് കത്തിച്ചു. ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മുടെ മനുഷ്യഭാഷയിൽ പറഞ്ഞാൽ BPL ലിസ്റ്റിൽപ്പെട്ട ഒരുപാട് അമ്പലം ഉണ്ടായിരുന്നു ഇല്ലേ? ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള എത്ര കാവുകളും അമ്പലങ്ങളും. ഇപ്പൊ ഏതെങ്കിലും കാവോ അമ്പലം ഉണ്ടോ BPL ലിസ്റ്റിൽ? ഇല്ലല്ലോ. എല്ലാ കാവുകളും അമ്പലങ്ങളും ഉത്തരോത്തരം ഗംഭീരമായി, നല്ല ഗർഭഗൃഹം, നല്ല ശ്രീകോവിൽ, നല്ല മേൽക്കൂര, ചെമ്പടിച്ച മേൽക്കൂര, അതിന്റെ മേലെ താഴികക്കുടം, കുംഭഗോപുരം, കൊടിമരം, നടപ്പന്തൽ, അഗ്രശാല, നമസ്കാര മണ്ഡപം, തിടപ്പള്ളി, ഊട്ടുപുര, ചുറ്റമ്പലം, എല്ലാം ഗംഭീരമാണ്. എത്ര അമ്പലങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത കാലത്ത് വളർന്നത്. അവിടെ നടക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ അതിനേക്കാൾ ഉത്തരോത്തരം ഗംഭീരമാണ്. ഒരു ഉത്സവത്തിനും ആള് കുറവില്ല. അത്തരത്തിൽ വളർന്നു വരുന്ന അമ്പലങ്ങളും ഉത്സവങ്ങളും ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായി ഞാൻ നേരത്തെ പറഞ്ഞ അമേനാമങ്ങൾ, സത്യബോധം നിങ്ങളുടെ ഉള്ളിലും നാട്ടുകാരുടെ ഉള്ളിൽ വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? സഹാനുഭൂതി വളരുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനായി ഉത്സവ പറമ്പിലെത്തുന്നത്. എന്നെ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയോ, അല്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ ഉത്സവവും അപേക്ഷിച്ച് ഈ വർഷം എത്തുമ്പോൾ എന്റെ ഒരു കൊല്ലത്തിനിടയിൽ എന്റെ സ്നേഹം വളരുകയാണോ? സത്യബോധം വളരുകയാണോ? ധാർമ്മികത വളരുകയാണോ? കാരുണ്യം വളരുകയാണോ? സൗന്ദര്യബോധം വളരുകയാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനം. മനസ്സിലായോ? സ്വയം പരിശോധിക്കണം. ഞാൻ കുറച്ചുകൂടി സങ്കുചിതത്വത്തിലേക്ക് പോയോ? എത്ര വിശ്വംഭവത്യേകനീടം, ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണ് നാം എന്ന് പറഞ്ഞ ഭാരത സംസ്കാരം, അത് അമേരിക്കയാവട്ടെ, ലണ്ടനാവട്ടെ, പാകിസ്ഥാനാവട്ടെ, അഫ്ഗാനിസ്ഥാനാവട്ടെ, ജപ്പാനാവട്ടെ, ചൈനയാവട്ടെ, അവിടെയെല്ലാം ഉള്ള മനുഷ്യർ വസുധയിലുള്ളതാണ്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്.
ഭൂമി ഒരു കുടുംബം. അതാണ് വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞ ഭാരതനാട്ടിൽ ഇപ്പോൾ എത്ര വിശ്വം ഭവത്യാത്മനീടം, അവനവനാകുന്ന കുട്ടിലെ പക്ഷികളായിട്ട് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു ഭാഗത്ത് ഇത് വളരുമ്പോ മറുഭാഗത്ത് ഇത് തളരുന്നത്. എവിടെയോ ഒരു കുഴപ്പമില്ലേ? ആ കുഴപ്പം കണ്ടെത്താൻ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മളിൽ ചെലവഴിക്കുന്ന പണവും നമ്മളിൽ ചെലവഴിക്കുന്ന അധ്വാനവും നമ്മൾ ചെലവഴിക്കുന്ന സമയവും എല്ലാം വ്യർത്ഥമായി പോകും. അതുകൊണ്ട് ക്ഷേത്രവും അമ്പലവും ഉത്സവങ്ങളും വളരുന്നതിനനുസരിച്ച് ക്ഷയത്തിൽ നിന്ന് ത്രാണനം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതാ ചോദ്യം. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? ക്ഷയത്തിൽ നിന്ന് ത്രാണനം നടത്തുന്നത് എന്തോ ക്ഷേത്രം. ക്ഷയം എന്ന് പറഞ്ഞ നാശം. ക്ഷയരോഗം എന്ന രോഗത്തിന് പേര് വരാൻ കാരണം ട്യൂബർക്ലോസിസ് ബാസിലസ് എന്ന പേര് മലയാളത്തിൽ ചുമച്ച് ശരീരം ക്ഷയിച്ച് പോകുന്നതുകൊണ്ട് ക്ഷയരോഗം എന്ന് പേര് വന്നത്. നമ്മുടെ ശരീരം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമാണ് കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്താ? കുരുരാജാവിന്റെ, പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും പിതാവ് ധൃതരാഷ്ട്രവും പാണ്ഡുവും, അവരുടെ പിതാവ് വിചിത്രവീര്യൻ അല്ലേ, അവരുടെ പിതാവ് ശന്തനു, അവരുടെ പിതാവ് തപതി, അവരുടെ പിതാവ് കുരു, അവരുടെ മാതാവ് തപതി. തപതി വെറ്റുണ്ടാം കുരുവം നരപതി. ആ കുരുവിന്റെ വയലാണ് കുരുക്ഷേത്രം. പിടികിട്ടിയോ? കുരുവിന്റെ വയലാണ് കുരുക്ഷേത്രം. കുരുരാജാവിന്റെ വയലിൽ. ആ കുരുരാജാവിന്റെ വയലിൽ യുദ്ധം നടന്നു. അതാ കുരുക്ഷേത്ര യുദ്ധം. അപ്പൊ ആ ക്ഷേത്രം ഈ ക്ഷേത്രവും തമ്മിൽ വ്യത്യാസം എന്താ? വയലെന്ന ക്ഷേത്രം ബാഹ്യമായി ക്ഷയിക്കുമ്പോ, തളർന്നു പോകുമ്പോ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള. ഞാൻ 12:15 അല്പം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയില്ല. ഓടി തളർന്നു വരുമ്പോ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്റെ ശരീരത്തിന്റെ ക്ഷയത്തിൽ നിന്ന് ത്രാണനം നടത്താൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ ഇവിടെ വന്ന ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടി. എന്നിട്ട് പ്രസവിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അങ്ങ് ബാധ്യം തുടങ്ങിയത് കൊണ്ട് എനിക്കൊരു പഴവും ചായയും കിട്ടി. അത് എനിക്ക് ബാക്കിയായി. മനസ്സിലായി? എന്റെ ശരീരം ക്ഷയിക്കുമ്പോൾ ത്രാണനം നടത്തുന്നത് ആ വയലിലെ ഉണ്ടാക്കിയ പഴമാണ്, നെല്ലാണ്, അരിയാണ് ക്ഷേത്രം. എന്നാൽ ആന്തരികമായിട്ടുള്ള വികാസമാണല്ലോ മനുഷ്യൻ ഉണ്ടാവേണ്ടത്. മനുഷ്യന്റെ വികാസം ശരീരത്തിന്റെ വികാസമാണോ? നിങ്ങൾ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോ അവന്റെ തൂക്കം നോക്കുവോ? TC വാങ്ങുമ്പോ സ്കൂളിൽ ചേർക്കുമ്പോ 45 കിലോ, TC വാങ്ങുമ്പോ 55 കിലോ, 10 കിലോ കൂട്ടിയിട്ടുണ്ട്, സന്തോഷം, താങ്ക് യു ടീച്ചറെ എന്നാരും പറയോ? ആന്തരികമായ വികാസമാണ് അവന്റെ മാർക്ക് ലിസ്റ്റിൽ എഴുതുന്നത് അല്ലെ, A+ ഉണ്ടോ നോക്കുന്നത്. ആന്തരികമായ വികാസമാണ്. ഈ ആന്തരികമായ വികാസം ഇല്ലാതെ അത് ക്ഷയിച്ചു പോകുമ്പോൾ അതിൽ ശക്തി പകരാനാണ് ക്ഷേത്രം. ആന്തരികമായ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഉദ്ദേശം നടന്നിട്ടില്ല എന്നല്ലേ? എന്താണ് ആന്തരികം? ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധബോധാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം എന്ന മലയാളത്തിലെ ഏറ്റവും നല്ല കവിതകളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റിയ വയലാർ രാമോർമ്മയുടെ സർഗസംഗീതം എന്ന കാവ്യത്തിന്റെ ആരംഭ ശ്ലോകത്തിൽ പറയുന്നു: അരണ്യാന്തരങ്ങളിൽ, കാട്ടിനകത്ത്, ഗഹ്വരോദരങ്ങളിൽ, ഗുഹയ്ക്കകത്ത്, സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ, സിന്ധു നദിയുടെ അതിമനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നോ അന്തർമുഖരായിരുന്നിട്ട്, മുഖം എങ്ങോട്ടാ? പുറത്തേക്കല്ല. കണ്ണെങ്ങോട്ടാ? പുറത്തേക്കല്ല, ഉള്ളിലേക്ക്. അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമങ്ങളുടെ, മാറ്റത്തിന്റെ, സർഗാത്മകതയുടെ, പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗാത്മകത, വ്യത്യസ്തമായ സർഗസൃഷ്ടികളുടെ ഈ ഭൂമിയിൽ എത്ര കോടി സർഗാത്മകതയുണ്ട്, എത്ര തരം പൂക്കൾ, എത്ര തരം ജീവജാലങ്ങൾ, എത്ര തരം മനുഷ്യർ, അതിന്റെ എല്ലാം സത്ത് എന്താണ്, സാരം എന്താണെന്ന് തേടി അലഞ്ഞ മനുഷ്യരുടെ ദർശനമാണ് ദൈവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദർശനം. ആ ദർശനത്തിന്റെ അടിത്തറയിലാണ് എല്ലാ ദൈവങ്ങളും ഉണ്ടായത്. ആ ദർശനമില്ലാതെ ഇപ്പൊ ദൈവം മതി അല്ലേ, ദർശനം വേണ്ട. ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം.
ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു. സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. ദർശനം തരണേ തമ്പുരാനെ. എന്ത് ദർശന? അവിടെ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം, കനകം പൂശിയ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണോ പ്രാർത്ഥിച്ചത്? അല്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചുണ്ടെങ്കിൽ തിരുത്തണം. അവിടെ ഒരു ദർശനമുണ്ട്. ഏതാ ദർശനം? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി, 18 പടി കേറി ഭഗവാനെ തൊഴുമ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി. തത്വമസി. എന്താ തത്വമസി? തത്വമസി എന്ന് പറയുന്നത് ഈ ഓം നമഃശിവായ, ഓം നാരായണായ എന്ന മന്ത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉപനിഷത്തുകളുണ്ട്. ഉപനിഷത്തുകൾക്ക് മുമ്പ് വേദങ്ങളുണ്ട്. വേദങ്ങളുടെ മൂലമന്ത്രം എന്താണെന്നറിയാവോ? ആ മൂലമന്ത്രം ഉള്ളിൽ പ്രകാശം വളർത്തുക എന്നതാണ്. എന്താ വേദങ്ങളുടെ മൂലമന്ത്രം? പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്തണം. അഗ്നിരഥത്തിൽ ഉദിക്കുന്ന ഉഷസ്സിനെ ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ച ദൈവം പ്രഭാതമാണ്. അതുകൊണ്ടാണ് എല്ലാ ദൈവങ്ങളുടെ അമ്പലങ്ങളും പ്രഭാത പൂജ. പ്രഭാതമില്ലാത്ത പ്രാർത്ഥനകളില്ല. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കേട്ടിട്ടില്ലേ? എന്താ? കൗസല്യാരാ? രാമന്റെ അമ്മ. കൗസല്യന്റെ സുപ്രജയാരാ? രാമന്റെ നല്ല മോൻ. ആരാ? രാമൻ. അങ്ങനെ ഇരിക്കുന്ന രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. പൂർവം കിഴക്ക്, പശ്ചിമം പടിഞ്ഞാറ്. സന്ധ്യ രണ്ടുണ്ട്. എന്താ സന്ധ്യ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വൈകുന്നേരത്തെ സന്ധ്യനെ നമ്മൾ സന്ധ്യ എന്ന് പറയുള്ളൂ. പ്രഭാത സന്ധ്യ, പ്രദോഷ സന്ധ്യ, 2 സന്ധ്യയുണ്ട്. സന്ധ്യക്ക് എങ്ങനെയാ സന്ധ്യ എന്ന് പേര് വന്നത്? രാവും പകലും സന്ധിക്കുന്നത് കൊണ്ടാണ് സന്ധ്യ. വൈകുന്നേരവും രാവും പകലും സന്ധിക്കും, രാവിലെയും രാവും പകലും സന്ധിക്കുമല്ലോ. അപ്പൊ രാവിലത്തെ സന്ധ്യ പ്രഭാത സന്ധ്യ. പ്രഭാതമായി പൊൻകണിയേകിയാലും. എത്ര പാട്ടുകൾ അല്ലെ? സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധായകഗിരിയിൽ. പ്രഭാതവും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ ദൈവവിശ്വാസവും. പ്രഭാതം അല്ലെ? എല്ലാ മതങ്ങളുടെയും പ്രഭാതം. സുബഹ് നിസ്കാരം മുസ്ലിങ്ങൾക്കുണ്ട്. സുബഹ് പ്രഭാതത്തിലുള്ള നിസ്കാരം. പ്രഭാതം ഒരു പ്രധാന ഘടക. ആ പ്രഭാതമാണ് നമ്മുടെ മുന്നിലേക്ക് കുതിച്ചു വരുന്ന ആദ്യത്തെ ദൈവത്തെ കൊണ്ടുവരുന്നത്. പ്രഭാതമാണ്. അതുകൊണ്ട് പ്രഭാതം അല്ലെ? സൂര്യൻ. ആ സൂര്യൻ അർഘ്യം കൊടുക്കുക. എന്റെയൊക്കെ മനസ്സിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത സൃഷ്ടിച്ചത് എന്റെ അച്ഛന്റെ അച്ഛനുണ്ടായിരുന്നു, എടവന നാരായണൻ നമ്പ്യാർ. ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അപ്പൂപ്പൻ, ഞങ്ങൾ അപ്പൂപ്പൻ എന്ന് വിളിക്കും, അപ്പൂപ്പൻ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് സൂര്യന് അർഘ്യം കൊടുക്കുന്നത് കാണാം. അദ്ദേഹം ഒരു അമ്പലത്തിലും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സൂര്യന് അർഘ്യം കൊടുക്കും, സൂര്യന് വെള്ളം കൊടുക്കും. അതാണ് അർഘ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ആദിത്യ മര്യാദയാ. ഒരാൾ വന്നാക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക, കാല് കഴുകാൻ വെള്ളം കൊടുക്കുക. കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത് പണ്ട് ചെരുപ്പില്ലാത്തതുകൊണ്ട് എന്തെല്ലാം ചവിട്ടിയിട്ടാ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ അകത്ത് വൃത്തികെട്ട് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കാല് കഴുകാൻ വെള്ളം ആരും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ചെരുപ്പുണ്ട് അല്ലേ? ഇപ്പൊ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്ന ഒരാൾക്കേ ഉള്ളൂ. കല്യാണം കഴിച്ചു പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറ്റുമ്പോ അമ്മായി അമ്മ വെളുക്കും പിടിച്ചു നിൽക്കും. അപ്പുറം ഉണ്ടാവും ഒരാൾ കിണ്ടിയും വെള്ളവും കൊണ്ട് നിന്നിട്ട് കാല് കഴിക്കും. എന്തിനാ കാല് കഴുകുന്നത്? ഓളെ കാലുമേൽ എന്തോ വൃത്തികേടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല. ആ കയ്യിൽ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. അമ്മായി അമ്മ അവളോട് പറയാ, നിന്റെ വീട്ടിലെ ഒരു വൃത്തികെട്ട ശീലം ഇങ്ങ് കയറ്റരുത്, ഇവിടെ കഴുകി കളഞ്ഞേക്കണം. മനസ്സിലായി? അതാണ് ഈ കാല് കഴുകുന്ന ഉദ്ദേശം. കാല് കഴുകാൻ വെള്ളം കൊടുക്കും അല്ലെ? എന്നിട്ട് കുടിക്കാൻ വെള്ളം, കാല് കഴുകാൻ വെള്ളമില്ലേക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും. ഒരാൾ വീട്ടിൽ വന്നാൽ, അത് വോട്ടിന് വന്നാലും പിരിവിന് വന്നാലും പരാതി പറയാൻ വന്നാലും ശകാരിക്കാൻ വന്നാലും മുറ്റത്ത് കയറിയാൽ നമ്മുടെ അതിഥിയാണ്.
അതിഥി ദേവോ ഭവ. നേരത്തെ ദിവസം നിശ്ചയിച്ചു വരുന്നവൻ അതിഥിയല്ല, വെറും വിരുന്നുകാരൻ. അപ്രതീക്ഷിതമായി തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. ആ അതിഥി വന്നാൽ ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, കാപ്പി ഒന്നും ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതാണ് അർഘ്യം. ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നാൽ പറയണ്ടല്ലോ, പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോ അല്ല ഇങ്ങക്ക് ഒരു ചായന്റെ വെള്ളം ഒന്നും വേണ്ട. വൃത്തികെട്ട സ്വഭാവം അത് കേട്ടോ. പോവാൻ നോക്കുമ്പോൾ വേണോന്ന് ചോദിക്കുന്നത് വൃത്തികെട്ട സ്വഭാവമാണ്. വന്നോട്ടനെ കൊടുക്കണം. അതാണ് അർഘ്യം. സൂര്യൻ അർഘ്യം കൊടുക്കണ്ടേ? നിങ്ങൾ ഇന്ന് അർഘ്യം കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ ഇന്ന് അർഘ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തത് സൂര്യനല്ലെന്ന് അർത്ഥം. കൊടുത്തത് അർഘ്യം കൊടുക്കാത്ത ഒരൊറ്റ ആൾ ഇവിടെ ഇരിക്കുന്നില്ല. കൊടുത്തത് ക്ലോസറ്റിനാണ്. അത്രയേ ഉള്ളൂ. അല്ലേ? ഫ്ലക്സ് അമർത്തിയില്ലേ? അത് മാത്രമാണ് കൊടുത്തത്. അല്ലാതെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി ആ സൂര്യപ്രകാശത്തെ നോക്കിയിട്ട് പ്രഭാതം കാണിക്കുന്ന കുട്ടികളില്ലാത്തതാണ്. മുഴുവൻ A+ വാങ്ങുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. നല്ലോണം പഠിക്കുന്നു, നല്ല വിവരമുള്ള കുട്ടികൾ, എന്തെല്ലാം ചിന്തിക്കുന്ന കുട്ടികൾ. പക്ഷെ ആ കുട്ടികൾക്ക് അതിനാനുപാതികമായ സംസ്കാരം ഉണ്ടാകാത്തത് കൊണ്ടാണ് സ്കൂൾ പൂട്ടുന്ന ദിവസം പോലീസ് കാവൽ നിൽക്കുന്ന +1കാരും +2കാരും അടി, SLC-കാരും +1കാരും അടി. അല്ലേ? A ഡിവിഷനും B ഡിവിഷനും തമ്മിൽ അടി. അല്ലേ? എന്താ കാരണം? അറിവില്ലാഞ്ഞിട്ടാ. ആ അറിവിൽ സംസ്കാരം ചാലിച്ചു ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ. ഉപ്പ് ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ. ഉപ്പെന്ന് പറയുന്നത് എന്താ? ലാവണ്യമാണ്, ലവണം. ആ ഉപ്പെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഉപ്പാണ്. ആ ഉപ്പ് അതാണ്. 6-ാം മാസം ചോറ് കൊടുക്കുമ്പോ ഉപ്പും ചോറും നൽകുവാനുണ്ണിയെ ഗുരുവായൂർ കൊണ്ടുപോകും. എന്തിനാ ഉപ്പ് കൊടുക്കുന്നത്? ഇപ്പം പായസമല്ല കൊടുക്കുന്നത്. ഇതിനെ പറ്റി വിവരമില്ലാത്ത ടീം. ഉപ്പും ചോറും കൊടുത്ത് എന്തിനായി ഉപ്പ് കൊടുത്തതെന്ന് മനസ്സിലായോ? ഇതിനടുത്തല്ലേ കടല്? ആ കടലിന്റെ അങ്ങേക്കരയാരാ? ഈ കടലിന്റെ അങ്ങേക്കര എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നില്ല. ഈ ഭൂമിയിലെ എല്ലാ കടലും ഒരു കടലാ. അതുകൊണ്ടാണ് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ എന്നൊരു പാട്ടിലെ വരിയില്ലേ, നീലഗിരിയുടെ സഖികളെ. അപ്പൊ വസന്തം വരുമ്പോ ശിശിരം പോവും, ശിശിരം വരുമ്പോ വസന്തം പോവും. ഇതെങ്ങനെയാ ഒരുമിച്ച് കുളിക്കാൻ ഒരു വനസരോവരത്തിൽ പറ്റുക എന്നൊരു ചോദ്യം കുറെ കാലമായി ഉന്നയിക്കുക. അപ്പോഴാണ് സൗവർണികാമൃത വീജികൾ പാടുന്നു എന്നുള്ള പാട്ട്, ചന്ദനലേപ സുഗന്ധം പൂശിയതാരോ എന്ന പാട്ടൊക്കെ എഴുതിയ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ IAS അതിനെപ്പറ്റി വിശദീകരണം കൊടുത്തു. ഭൂമിയുടെ മേലെ ചന്ദ്രനിലേക്ക് മനുഷ്യൻ കാലുകുത്തിയ ഉടനെ എഴുതിയ പാട്ടാണ്. അവിടുന്ന് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോ ഈ ഭൂമിയിലെ കടല് മൊത്തം ഒരു വനസരോവരമാണ്. ഒരു ഭാഗത്ത് ഭൂമിയുടെ ഒരു ഭാഗത്ത് വസന്തമാണെങ്കിൽ മറുഭാഗത്ത് ശിശിരമായിരിക്കും. അതുകൊണ്ടാണ് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരം ഈ ഭൂമി തന്നെയാണ്, ഈ ഭൂമിയിലെ കടലാണെന്ന് ജയകുമാർ മനോഹരമായി വ്യാഖ്യാനിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കടലിൽ എബ്രഹാം ലിങ്കൻ മുതൽ ഷേക്സ്പിയർ മുതൽ കാളിദാസൻ മുതൽ വ്യാസനും ഭാസനും വാൽമീകിയും എല്ലാ മനുഷ്യരും ഇവിടെ നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ എത്ര ആള് മരിച്ചിട്ടുണ്ടെന്നറിയോ? ഏതാണ്ട് 1 ലക്ഷം കോടി ആള് മരിച്ചിട്ടുണ്ട്. അവരെല്ലാം ശരീരത്തിലെ ഉപ്പ് മണ്ണിലേക്ക് ലയിച്ചിട്ടുണ്ട്. മഴ വന്നപ്പോ ആ ഉപ്പെല്ലാം അലിഞ്ഞ് തോട്ടിലേക്ക് പോയിട്ടുണ്ട്. തോട്ടിൽ നിന്ന് അത് പുഴയിലേക്ക് പോയിട്ടുണ്ട്. അല്ലേ? പുഴയിൽ നിന്ന് അങ്ങ് പേരിയച്ചോരത്തിന്റെ മൂർദാവില് അവിടുത്തെ വെള്ളറ കോളനിയിലെ ആദിവാസി മരിച്ചിട്ട് അവന്റെ ശവസംസ്കാരം നടത്തിയാൽ അവന്റെ ശരീരത്തിലെ ഉപ്പ് വെള്ളറ കോളനിയിൽ നിന്ന് പൂളക്കുറ്റി വന്ന് നെടുമ്പ്രജാല് വന്ന് തൊണ്ടിയിൽ പാലത്തിലൂടെ അടിയിലൂടെ പേരാവൂർ പാലവും കടന്നിട്ട് കൊട്ടിയൂർ ബാവലിപ്പുഴയുമായി ചേർന്നിട്ട് ആറളം പുഴയായിട്ട് പാലപ്പുഴയായിട്ട് ഇരിട്ടിപ്പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് എടക്കാനം പടിയൂരിന്റെ മധ്യത്തിലൂടെ ഒഴുകിയിട്ട് വെളിയമ്പ്ര പഴശ്ശി ഡാമും കടന്ന് മണ്ണൂർ പാലവും കടന്ന് ഇരിക്കൂർ മാമാനത്തമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ഒഴുകി അത് ചേരിച്ചേരി കടവും കടന്ന് പാവന്നൂർ കടവും കടന്ന് അത് നേരെ മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴയിൽ ചേർന്ന് അത് നേരെ നടിച്ചേരി കടവ് മുല്ലക്കൊടി വഴി ഒഴുകി പറശ്ശിക്കടവിലെ മുത്തപ്പന്റെ പാതാരവിന്ദങ്ങൾ നമസ്കരിച്ചത് നേരെ കാട്ടാമ്പള്ളി വഴി ഒഴുകി വളപട്ടണം പാലത്തിനടിയിലൂടെ അഴീക്കൽ ഫെറിയിൽ കടലിൽ ചേരുമ്പോ ഇവിടെയുള്ള സകലമാന മനുഷ്യന്റെയും ലവണം ഈ കടലിലെത്തി. ഇങ്ങനെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്റെയും ലവണം കടലിലുണ്ട്. ആ കടലിലുള്ള ലവണമാണ് നമ്മൾ കുറുക്കിയെടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ അബ്രഹാം ലിങ്കന്റെയോ മഹാത്മാഗാന്ധിന്റെയോ കേളപ്പന്റെ ഉപ്പുണ്ട്. മനസ്സിലായോ? കഴിഞ്ഞുപോയ തലമുറയെ കാച്ചിക്കുറുക്കി തരുന്നതാണ് ഉപ്പ്. അതാണ് ഉപ്പെന്ന കവിതയിൽ
ONV കുറുപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഉപ്പെന്ന കവിത. പ്ലാവിലെ കൊട്ടിയ കുമ്പിളി തുമ്പതൻ പൂവ് പോലിത്തിരി ഉപ്പുതരി എടുത്താവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിക്കൊണ്ടു പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ. ആ കവിതയുടെ ഏറ്റവും ഒടുവിൽ നിന്നിലെ ഉപ്പായി തീരുമീ മുത്തശ്ശി. മുത്തശ്ശി നമ്മുടെ ഉപ്പാണ്, സംസ്കാരം ചേരാത്തതാണ്. ഈ അറിവ് കൂടിയ കുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടാത്തത്. അതിൽ സംസ്കാരം ചേർക്കണം. അങ്ങനെ സംസ്കാരം ചേർക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ നമ്മുടെ മനുഷ്യ സമുദായത്തിൽ നടക്കണം. ആ സംസ്കാരം ചേർക്കണമെങ്കിൽ പ്രഭാതത്തെ കാണണം, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കണം. ആ സൂര്യനോട് നീ വരൂ പ്രഭാതമേ. അയ്യപ്പ പണിക്കരുടെ ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് പ്രിയതമേ പ്രഭാതമേ. വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ. നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ. പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്ന ആ കവിത അല്ലേ. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്ന കവിത അല്ലേ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നോ. പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന പാട്ട് ഒന്നും ചൊല്ലാതെ രാവിലെ വരാന്തയിൽ ഇറങ്ങാതെ ഇസ്രായേലിലെ പട്ടാളക്കാരുടെ പണിയാ നമ്മളെ പണി. ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഓർക്കഴിഞ്ഞാൽ 3 മിസൈലിന് തീ കൊടുത്തിട്ട് പല്ലേക്കും പോലും. 3 മിസൈൽ ഗാസയിലേക്ക് അയക്കും. നമ്മൾ എന്താ ചെയ്യാ? നേരെ 3 തീ കൊടുക്കും, 3 അടുപ്പിനും തീ കൊടുക്കും അല്ലേ. അതാണ് ശരീരത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള വ്യഗ്രതക്കിടയിൽ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ട് വരാന്തയിലൊന്നിറങ്ങാൻ, മുറ്റത്തൊന്നിറങ്ങാൻ, അവിടെ ഭൂമി ദേവിയുടെ സുന്ദരമായ 3 ആഭരണങ്ങളെ കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ നിങ്ങൾ അവഗണിക്കുകയും രാമന്റെ ചിത്രം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാമൻ പ്രാർത്ഥിച്ച ദൈവം ഏതാ? ശ്രീരാമൻ രാമായണം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? രാമായണത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടോ രാമൻ? ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് രാമൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രാമൻ പ്രാർത്ഥിച്ച ഒരേ ഒരു ദൈവമാണ്. ആ ദൈവം എപ്പോഴാ പ്രാർത്ഥിച്ചത്? യുദ്ധകാണ്ഡത്തിൽ രാമരാവണ യുദ്ധത്തിന്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വിധത്തിലും രാവണനെ കൊല്ലാൻ പറ്റുന്നില്ല. ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട്. ആ ബ്രഹ്മാവ ഈ ലോകത്തെ സകല ചൊറയുണ്ടാക്കി. അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ ആരും പ്രാർത്ഥിക്കാത്തത്. ഇയാള് ആരെങ്കിലും കാലിന്റെ മടമ്പ് കുറവുമൽ വെച്ചിട്ട് ഇങ്ങനെ നിന്നാ അപ്പടുന്നാ പിടിച്ചോ വരം വരം എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഭരം കൊടുത്തിട്ട് പിന്നെ അയാൾ ഭരം കൊടുത്തങ്ങ് പോകും. ബാക്കിയുള്ള ആൾ അത് കെട്ടി ഞാലണ്ടേ. അതിനെ കൊണ്ടുണ്ടായ ഇടങ്ങാറ് തീർക്കാനാണ് അവതാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മാവ് ഭരം കൊടുക്കല്, ഈ ഭരം എന്ന സങ്കല്പം തിരുത്തണം കേട്ടോ. ഭാരതത്തില് ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ എവിടെയും ദൈവം വരം തരുന്നവനാണെന്ന പ്രയോഗമില്ല. ദൈവം തന്നിരിക്കുന്ന വരം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, ഈ ജന്മമാണ് ഏറ്റവും വലിയ വരം. എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ ശരീരം. നമ്മളൊരു അരണിയായില്ലല്ലോ, ഓന്തായില്ലല്ലോ, മുതലയായില്ലല്ലോ, പുഴുവായില്ലല്ലോ. നമുക്ക് യേശുദാസിന്റെയും ചിത്രയുടെയും ജാനകിയുടെയും പാട്ട് കേൾക്കാൻ പറ്റിയില്ലേ? നമുക്ക് ദൈവത്തെ തൊഴാൻ പറ്റിയില്ലേ? നമുക്ക് ചെണ്ടവാദ്യം കേൾക്കാൻ പറ്റിയില്ലേ? ഈന്റെ പരിസരത്തുള്ള പക്ഷിമൃഗാദികൾ ഇരുന്ന് ചെണ്ട കൊട്ടുമ്പം വിവരമുണ്ട് വിചാരിക്കും. ഈറ്റക്കെന്ന വട്ട പാതരക്ക് ഇങ്ങനെ മുട്ടിയിട്ട് ഇടങ്ങാറാക്കാന്നല്ലേ. അവർക്ക് അതിന്റെ മൂല്യം അറിയില്ല. നമുക്കതിന്റെ വാദ്യത്തിന്റെ താളം അറിയുന്നത് കൊണ്ടല്ലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് നമ്മുടെ സൃഷ്ടിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏറ്റവും മേലെ വെച്ചിരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞ അവയവമാണ്. ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ? തലയോട്ടി. തലയോട്ടി കൊണ്ട് പൊതിഞ്ഞ അവയവേതാ? തലച്ചോറ്. അത് ഏറ്റവും മേലെ പിടിപ്പിച്ച് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു. ഒട്ടും പ്രധാനമല്ലാത്ത അവയവേതാ? എല്ലേ ഇല്ലാതെ വെറു ഇറച്ചി കൊടല്. എല്ലില്ലാതെ വെറു ഇറച്ചിയ. ഇതാണ് ഇതിനകത്തെ ചോറല്ല, ഈ ചോറാ പ്രധാനം. എന്നാ ഭക്തന്മാരിൽ മഹാഭൂരിപക്ഷത്തിനും ഈ ചോറിനേക്കാൾ ഈ ചോറാ പ്രധാനം. ഞാൻ തെളിവ് തരാം. ഞാനിപ്പോ പ്രസംഗിച്ചു കൊടുക്കുമ്പോ അങ്ങനെ ബിരിയാണി വിളമ്പുന്നുണ്ടെന്നുള്ള ഒരു വിവരം പറഞ്ഞാൽ മതി, കുറെ ആൾ അങ്ങോട്ട് കൊടുക്കും. ഈ ചോറിനേക്കാൾ ഈ ചോറിനാ. ഞാൻ തെളിവ് തരാം. ഇനിയും ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് കണ്ടിട്ടുണ്ടോ?
ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് രാവിലെ 8:30 മുതൽ ഒരാളായിരുന്നു വായിക്കുന്നുണ്ടാവും. വേറെ ഒരു പണിയും തരവില്ലാത്ത കുറച്ചാൾ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. എന്നാ 1 മണിയാവുമ്പോഴേക്കുണ്ട് ഒരു തിരക്ക് വരാൻ. കാരണം ഊട്ടുപുരയിൽ ഇലവെക്കാൻ തുടങ്ങി. അന്നേരം എന്താ ക്യൂ ആടുന്ന് തിന്നിട്ട് ഇതാരെ വായിക്കുന്നെന്ന് വരെ അന്വേഷിക്കാണ്ട് അതിലെന്നെ പോവുകയും ചെയ്യും. കേട്ടില്ലേ? അപ്പൊ ഈ ചോറിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളോട് ദൈവമോ പ്രകൃതിയോ നമ്മളോട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഇതാ. പിന്നെ പ്രധാനം കണ്ണും ചെവിയുമാണ്. അതുകൊണ്ടാ ഏറ്റവും മേലെ കണ്ണ്. ആ കണ്ണ് വെച്ചിരിക്കുന്നതിന്റെ ഒരു ശ്രദ്ധയും കരുതലും നോക്കൂ. ആ ശ്രദ്ധയും കരുതലും ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു അവയവമാണ് കണ്ണ്. അതിനെന്തും തകരാറ് പറ്റാതിരിക്കാൻ, എന്തെങ്കിലും വന്ന് അടിച്ചു പോകാതിരിക്കാൻ, കണ്ണ് പോയി പോകാതിരിക്കാനാണ് നെറ്റി വലിയ തള്ളി നിൽക്കുന്നു, കവിളല് തള്ളി നിൽക്കുന്നു, അതിന്റെ നടുക്കൊരു കുഴിയിലാ കണ്ണ് വെച്ചത്. ആ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും ചിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ടേബിൾ ഫാന് തിരിയും പോലെ ഇപ്പുറത്ത് ആരാ വരുന്നത് ഇങ്ങനെ നോക്കണ്ടേ? കണ്ണിങ്ങനെ ചലിക്കാൻ അഭ്യാസം കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ട് മോഹിനിയാട്ടവും ഭരതനാട്യത്തിൽ കണ്ണുകൊണ്ട് അവതരിപ്പിക്കുന്നു. രാവണ വിജയൻ കഥകളി കണ്ടിട്ടുണ്ടോ നിങ്ങള്? കൈലാസ പർവ്വതത്തെ കണ്ണുകൊണ്ട് കാണിച്ചിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. രാവണ വിജയൻ കഥകളി കൈലാസത്തിലൊന്നും പോവാതെ യഥാർത്ഥത്തിൽ കൈലാസം നമ്മുടെ മുന്നിൽ കാട്ടിത്തരും കണ്ണുകൊണ്ടുള്ള അഭ്യാസത്തിലൂടെ. കണ്ണുകൊണ്ട്. അതാണ് കഥകളി നടന്മാരുടെ അപാരമായ കഴിവ്. അതൊന്നും കാണാതെ ഇതുവരെ കഥകളി ഒരു കഥകളി പോലും മക്കളെ കാണിക്കാതെ അച്ഛനാ അമ്മയാന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ അമ്മമാര്. ഒരു കഥകളി ഉള്ളിടത്ത് കുട്ടികളെ കൂട്ടി പോവോ? ഇത് കാണുമോനെ എന്ന് പറയോ? ബിരിയാണി ഉള്ളിടത്ത് കുട്ടികൾ കൂട്ടി പോവും അല്ലേ? എന്നിട്ടും അത് പറയാ മനുഷ്യന്റെ അമ്മയാ അച്ഛനാ. അതൊന്നും അർത്ഥമില്ല. ഇത് നമ്മളെ കുട്ടികളെ കുറ്റം പറയണ്ട. എല്ലാ രക്ഷിതാക്കളും ഇതൊന്നും ചെയ്യാത്തതാണ്. ആ കണ്ണ് ചലിപ്പിക്കാം അല്ലേ? ആ കണ്ണിൽ വന്ന് അടിച്ചു പോകാതിരിക്കാൻ 2 എല്ലുകൾ ഉയർത്തി വെച്ചിരിക്കുന്നു. ആ കണ്ണിൽ എന്നിട്ടും പൊടി വീണിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലോകത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺപോളയല്ലേ? പൊടി വരുന്നുണ്ടടാ പൂട്ടിക്കോന്ന് മനസ്സ് പറയാനൊന്നും കാത്തു നിൽക്കാതെ ടക്ക് എന്ന് പറഞ്ഞ് തനിയെ പൂട്ടുന്ന സംവിധാനം വേറെ ഏടിയുണ്ട്. ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി ആ മേലെ സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നാ പുരിയോ? അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനിതല്ല. അങ്ങനെ കുറെ പൊട്ടത്തികൾ വിചാരം ഇത് പൊരിച്ചു മാറ്റി വരച്ചുണ്ടാക്കാനാണ്. പൊടി വീഴാനത്തിരിക്കാനാ താഴെ. ആ കണ്ണിൽ എന്തൊക്കെ പൊടി വീണിട്ടുണ്ടെങ്കിൽ അത് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിച്ച് കഴുകണ്ട. അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം പുറത്തേക്ക് തെറിപ്പിച്ച് ഒലിപ്പിച്ച് വിടുന്ന സംവിധാനം. ഇതൊന്ന് ഈ ചെവി ചുളുക്കി മടക്കി വെച്ച് എന്തിനാ? പപ്പടം കാച്ചുമ്പോൾ ചുളുങ്ങി പോയതല്ല. എവിടുന്ന് ശബ്ദതരംഗങ്ങൾ വന്നാലും അതിനെ തട്ടിത്തടഞ്ഞിട്ട് ചെവിക്കുടക്കുള്ളിലേക്ക് ആ കർണപടത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഈ ചുളുക്കി മടച്ചിട്ട് വെച്ചത്. നന്ദി വേണം സ്ത്രീകൾക്ക് നന്ദി വേണം. എന്താ ഈ ചെവിന്റെ താഴെ ഇങ്ങനെ ഒരു മൃദുലമായ ഒരു ഭാഗം വെക്കാണ്ട് ഇത് എല്ലാം ഉണ്ടാക്കിയെങ്കിൽ കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടി വരില്ലേ നിങ്ങൾക്ക്? ടിക്ക് എന്ന് പറഞ്ഞിട്ട് കാത് കുത്താൻ പറ്റുന്നതും കാതിങ്ങനെ ആടുന്നതും എന്തുകൊണ്ടാ? ആ സൗന്ദര്യത്തിന് കണക്കായിട്ട് ഇവിടെ വെച്ച് തന്നത്. അതിലൊരു നന്ദി വേണ്ട നിങ്ങൾക്ക്. ഈ ശരീരം എന്ന് പറയുന്നത് മൂക്ക് വായക്ക് തൊട്ട് മേലെ അല്ലാണ്ട് മൂക്ക് വേറെ അങ്ങനെ തിന്നുന്നത് കെട്ടതാണെന്ന് എങ്ങനെയാ മനസ്സിലാവുക? അത് കെട്ടതാണെന്ന് നോക്കാനാ വായക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ച്. പണ്ട് സ്ത്രീകളെല്ലാം 5, 10, 15 പ്രസവിക്കുക. അവർക്ക് പുറത്തു പോകാൻ നേരമില്ല. എല്ലാം വീട്ടിന്റെ അകത്ത് ഗുഹക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് ആണുങ്ങളാ പണ്ട് സ്ഥിരം പുറത്തു പോക്ക്. അപ്പൊ പൊടി മാറിയിട്ട് ഇവരെ മൂക്കിന്റെ അകത്തേക്ക് ശ്വാസകോശത്തിൽ എത്തിയിട്ട് ബ്രോങ്കറ്റീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂക്കിന്റെ പൊടിയെ തടയാൻ വേണ്ടി മൂക്കിന്റെ താഴെ പുല്ല് വെച്ച് പിടിപ്പിച്ച്. അതായി മീശ. മനസ്സിലായോ? ഇപ്പൊ പെണ്ണുങ്ങൾ പുറത്തിറക്കാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ മീശ പിടിക്കാൻ തുടങ്ങിയില്ലേ? ഈ ശരീരം എന്ന സംവിധാനമുണ്ടല്ലോ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് ഈ മനുഷ്യനായി ജനിച്ചത് തന്നെ നമുക്ക് ഒരു മഹാ അത്ഭുതമാണ്. മനുഷ്യനായി ജനിച്ചത് ഒരു മഹാ അത്ഭുതമാണ്. അതിനു പുറമെ ദൈവമേ അതിങ്ങെടുക്ക് ഇതിങ്ങെടുക്ക് വരന്ത മുകുന്ദ കൃഷ്ണ മുകുന്ദ വരന്ത വൃന്ദാവനന്ദ. വരം കൊടുത്താ പോരാ. 10 ഏക്കർ 50 സെന്റ് ഇപ്പൊ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ 50 സെന്റ് എനിക്ക് താ. വൃന്ദാവനന്ദ ഇങ്ങത്താ. കഴിഞ്ഞ ഓണം ബമ്പർ നറുക്കെടുപ്പതിന്റെ 3-ാമത്തെ ദിവസം കോളയാട്ടൊരുത്ത് ഒരു ചുമട്ട് തൊഴിലാളി ആത്മഹത്യ ചെയ്തു. അറിയോ നിങ്ങള്? ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് ഒരു പിടിയില്ല ആർക്കും. അങ്ങനെ വീട്ടിലൊരു പ്രശ്നമില്ല, ഒന്നുമില്ല. പിന്നെ കുറെ അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത്. അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു,
2 ആഴ്ചയായിട്ട് സ്ഥിരം അമ്പലത്തിൽ ഈ പള്ളിയിൽ പോയിട്ട് മെഴുതിരി കത്തിക്കല. സെബാസ്റ്റ്യൻ എന്ന് അവന്റെ പേര്. മെഴുതിരി കത്തിച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാ. എന്തിനാന്നറിയോ? 50,000 ഉറുപ്പ്യ ലോൺ എടുത്തിട്ട് 100 ഓണം ബമ്പർ ടിക്കറ്റ് വാങ്ങി. ഒരു ടിക്കറ്റിന് 500 ഉറുപ്പ്യ. 50,000 ഉറുപ്പ്യക്കും ടിക്കറ്റ് വാങ്ങി. എന്നിട്ട് എന്തെങ്കിലും ഒന്നൊരു സമ്മാനം, ഒരു ഫസ്റ്റ് പ്രൈസ് അടുപ്പിച്ച് തരണം. 100 ടിക്കറ്റ് ഉണ്ടല്ലോ, ഏതിലും ഒന്നിന്. ഇതാകും പ്രാർത്ഥിച്ചത്. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ, നറുക്കെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കൂടി 200-500 കിട്ടിയ 1,800 ഉറുപ്പ്യ. ലോണ് തിരിച്ചടക്കാൻ നിവൃത്തിയില്ല. ഇച്ഛാഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇവനോട് ആരാ പറഞ്ഞ്? ഇവന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് തിരുവനന്തപുരത്ത് നറുക്കെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ദൈവം ആ നറുക്കെടു തെറിപ്പിക്കുന്ന മിഷ്യന്റെ അകത്ത് കയറിയിട്ട് ഇവന്റെ നമ്പറിന് നറുക്ക് തെറിപ്പിച്ചു കൊടുക്കലാ ദൈവത്തിന്റെ പണിയെന്ന്. എന്നാ പിന്നെ എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാ പോലെ എല്ലാവർക്കും ലോട്ടറി അടുപ്പിക്കോ? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ലോട്ടറി അടിപ്പിച്ച ഒരു ദൈവമേ നമ്മളെ പരിചയത്തിലുള്ളൂ. എന്റെ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട്. അത് കിലുക്ക സിനിമയിലെ രേവതിയാ ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്തത് അല്ലേ? ഓർമ്മയില്ലേ? കാമധേനുവിന്റെ ഫലം അല്ലേ? ദേവതീന്റെ പണിയാണോ ദൈവത്തിന് ഏൽപ്പിക്കുന്നത്? ഇത്തരത്തിൽ ബ്രഹ്മാവിന്റെ വരം കൊണ്ട് തൊലഞ്ഞു പോയി. അപ്പോഴാണ് രാവണനെ കൊല്ലാൻ പറ്റാഞ്ഞത്. ആ സമയത്ത് രാമൻ തളർന്നിരിക്കുമ്പോൾ രാമന്റെ മുന്നിൽ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, നീ ആദിത്യ ഹൃദയം ചൊല്ലൂ രാമ. എന്താ ആദിത്യ ഹൃദയം? സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായതേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷണതേ നമ. ഇത്തം ആദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ഇത് ചൊല്ലിയിട്ടാ രാമൻ രാവണനെ കൊന്നത്. അറിയണം, രാമൻ പ്രാർത്ഥിച്ച ദൈവം സൂര്യനാണ്. ആ സൂര്യനെ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യുക. എന്നിട്ട് രാമരാമ മാത്രം ജപിച്ചാൽ നിങ്ങളുടെ ഉള്ളു വികസിക്കുമോ? മുറ്റത്തിറങ്ങോ, പ്രകൃതിയുടെ 3 ആഭരണങ്ങൾ കാണും. ഏതാ 3 ആഭരണങ്ങൾ? പുലരിയും പൂക്കളും പൈതലിന്റെ ചിരിയുമാണ് ഭൂമി ദേവിയുടെ ആഭരണങ്ങൾ. തിരിച്ചറിയണം. പുലരി പ്രഭാതം, പൂക്കളാണ്, കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയാണ്. പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമി ദേവി തന്നാഭരണങ്ങൾ. പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചല കോവിൽ മണിനാദം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് കാണ്, മുറ്റത്തിറങ്ങ്. എന്നിട്ട് ഗായത്രി ഓം സത്. എന്താ ഓം എന്ന് പറഞ്ഞാൽ? ഓം എന്ന് പറഞ്ഞാൽ എന്താ? തൃശ്ശൂർ ഒരു ചിന്മയ കോളേജ്, ചിന്മയ സ്വാമിയുടെ ചിന്മയ മിഷന്റെ നേതൃത്വമാണ്. ആ കോളേജിൽ ഒരു 4-5 മാസം മുമ്പ് ഒരു വേദാന്ത കൺവെൻഷൻ, ഒരാഴ്ച കാലം വേദാന്തത്തെ കുറിച്ചുള്ള ചർച്ചകൾ. അപ്പൊ ആ ചർച്ചയിൽ ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു സ്വാമി വിളിച്ചു. ഞാൻ വിചാരിച്ച അതിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പിന്നെ എന്തിനാ? ഉപനിഷത്തും ഭഗവത്ഗീതയും എന്നൊരു വിഷയത്തെ കുറിച്ച് നിങ്ങളൊരു പ്രബന്ധം അവതരിപ്പിക്കണം. നിങ്ങൾ ചില നിരീക്ഷണങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്റെ അമ്മേ, എടുത്താ പൊന്താത്ത വിഷയം, എന്നാലും നോക്കാം, ഞാൻ വരാമെന്ന്. ഞാനവിടെ പോയപ്പോൾ സദസ്സിലെല്ലാം കോളേജ് വിദ്യാർത്ഥികളാണ്. അതിൽ ഒരുപാട് സ്വാമിമാരുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ. ഞാൻ ഇവരെ എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാതെ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് പറയുന്നുണ്ടല്ലോ വള്ളത്തോട്. അതുകൊണ്ട് ഇവരെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാവോ? ആരും ഒന്നും പറയുന്നില്ല. ഓങ്കാരത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആരും ഒന്നും പറയുന്നില്ല. കുറച്ചേരം കാത്തപ്പോ ആർക്കും അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. എല്ലാം ഡൗൺലോഡിങ് ആണല്ലോ. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി കിട്ടി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി കിട്ടി. ഇതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓം എന്ന പദം, മന്ത്രം ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള മന്ത്ര അറിയുമോ? അതാണ് ആദിമ മന്ത്രം, അനശ്വര മന്ത്രം, നാദബ്രഹ്മത്തിനായത മന്ത്രം, ഓംകാരം. എന്താണ് ഈ ഓംകാരം? അതൊരു മതത്തിന്റെ മന്ത്രമല്ല. കാരണം ഓംകാരം എന്ന മന്ത്രം ഉണ്ടാകുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഒരൊറ്റ മതമില്ല. അറിയണം, ഹിന്ദു മതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തു മതമില്ല, യഹൂദ മതം ഒന്നുമില്ല. ഓംകാരം ഉണ്ടാകുന്ന കാലത്ത് ആ ഓംകാരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ 3 നിയമങ്ങളാ.
ഏതാ 3 നിയമം? ഒന്ന്, അത് കൂട്ടി വായിക്കുമ്പോ അതിനെ പ്രതീകവൽക്കരിച്ചിട്ട് ആ ഉ അം കൂട്ടി വായിച്ചാൽ ഓം. ആ ഉ അം എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന് മൂന്നിനും 3 ഡിപ്പാർട്ട്മെന്റ് മന്ത്രിനെയാക്കി. അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായത്. മനസ്സിലായോ? ആ ഓം പ്രകൃതിയുടെ നിയമത്തിന് ഞാൻ വിധേയമാകുന്നു. ആ നിയമത്തിന് വിധേയമാകണം. ആ നിയമത്തിന് വിധേയമാകാതെ ഒരാൾക്കും ഇവിടെ നിലനിൽപ്പില്ല. ഉണ്ടോ? ഓം സത്ത്. മനുഷ്യന്റെ അടുത്ത ലക്ഷ്യം എന്താ? സത്തിലേക്ക് യാത്ര ചെയ്യുക. എന്താ ഈ സത്ത്? സത്തെന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാകുന്നതും നശിക്കുന്നതുമെല്ലാം അസത്ത്. ഒരിക്കലും നശിക്കാതെ മാറാതെ നിൽക്കുന്നത് മാത്രം സത്ത്. ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടായിട്ടുണ്ട്. ആ ജീവൻ മാറാതെ തലമുറകളിലൂടെ പോകുന്നത് സത്താണ്. പക്ഷെ ആ ജീവൻ കൊണ്ടു നടക്കുന്ന കൊടിമരമുണ്ടല്ലോ, ആ കൊടിമരം പതാകയാണ് ജീവൻ. കൊടിമരമാണ് നമ്മുടെ ശരീരം. അത് മാറിക്കൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരം മാറിക്കൂലേ? ഇവിടെ ഇരിക്കുന്ന ആളെല്ലാം 100 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ തല എങ്ങനെ ഉണ്ടാവും? ആലോചിക്കട്ടെ. 100 കൊല്ലം കഴിഞ്ഞാൽ 2124 നിങ്ങളുടെ തല എവിടെ ഉണ്ടാവും? ഇവിടെ വരാൻ വേണ്ടി മുടിയൊക്കെ ചീകി പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോം വില പിടിയാതൊരു തലയോടാവൂലേ? ആവൂലേ? ഈ സത്യം അന്വേഷിക്കാൻ പഠിക്കുക. അതാണ് ആത്മവിദ്യാലയമേ. ആത്മം ഞാനാണ്. ആത്മഹത്യ ഞാൻ എന്നെ കൊല്ലലാണ്. അവനവന്റെ ജീവിതത്തെ കുറിച്ച് ഞാനും ഈ പ്രകൃതിയും ഞാനും ഈ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള അധ്യയനം ചെയ്യുക. അതാണ് ആത്മവിദ്യാലയം. ആ വിദ്യാലയത്തിൽ പോകണമെങ്കിൽ ആ വിദ്യാലയത്തിൽ പോകാൻ സ്കൂൾ ബസ് ഉണ്ടാ? ആ വിദ്യാലയത്തിൽ പോകാനുള്ള ബസ് ഏതാണെന്നറിയാവോ? സഞ്ചരിക്കേണ്ട ബസ് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. പക്ഷിമൃഗാദികൾക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കാനാവില്ല. ഇവിടെ കൊട്ടിയൂര് പോയാലും കൊണ്ടോ? കൊട്ടിയൂര് പോയാലും കൊണ്ടോ? ഒട്ടുമിക്ക ആൾ പോയിട്ടുണ്ടല്ലോ. എങ്ങനെയാ കൊട്ടിയൂര് പോവാ? ഇവിടുന്ന് ബസ് കഴിയാ നേരെ